നിഷാസ്. അപ്പൊ ഇന്ന് നമ്മളെ എന്താ പറയാ പപ്പ ഒരു യാത്ര പോണ വ്ളോഗാണ്. നമ്മള് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് പ്ലേസ് ഉണ്ടെന്ന്. ആ സർപ്രൈസ് പ്ലേസിന്റെ റിവീലാണ്. അപ്പൊ പപ്പ പോകുന്ന സ്ഥലം പപ്പ പറയൂ. അസർബൈജാൻ. ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് പപ്പ. അപ്പൊ ഞങ്ങള് ടാക്സി വിളിച്ച് പോവാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയില്. ബാക്കി വ്ളോഗിങ് ചെയ്യുന്നത് പപ്പയായിരിക്കും. പിന്നെ അവിടുത്തെ പോയിട്ട് അസർബൈജാനിലെ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത് പപ്പയായിരിക്കും. സോ without any further, let's get into the video. എന്റെ വീഡിയോസും കൂടി കാണണം. നമ്മുടെ പുണ്യാളനെ കണ്ടിട്ട് നമ്മള് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ജോൺ ലാൻഡ്സ്കേപ്പിംഗ് നോക്കുന്നത് നമ്മുടെ വൈഫും നമ്മുടെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞ പോലെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാനായിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾക്ക് അവിടെ പോയി ചെയ്യാനുള്ളത്. കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പരിപാടികളുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഇനി അവിടെ നിന്ന് ചക്കയെന്ന് വെച്ചിട്ട് വരും. അപ്പോൾ നിങ്ങളൊക്കെ അത് ഫോളോ ചെയ്യണം, കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അസർബൈജാനിലെ നേച്ചറോട് കൂടി ചേർന്നിട്ടായിരിക്കും നമ്മുടെ കുക്കിങ്. നമ്മുടെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ഉണ്ട് അസർബൈജാനിലെ വൈൽഡ്നസ് കുക്കിംഗ്. ആളുടെ അവിടേക്ക് എത്തിപ്പെടണം, ആളുടെ ഒപ്പം ഒരു കുക്കിംഗ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. നോക്കി നോക്കാം, നമുക്ക് സെറ്റാക്കാം. ഞാൻ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിരുന്ന് കഴിക്കാനുള്ള സ്ഥലം നോക്കി നടക്കാം. അപ്പോൾ കിട്ടി. ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഇരുന്ന് വിടയ്ക്കാം. ഒന്നും നോക്കിയില്ല, ഫുഡ് കോർട്ടിൽ ഇരുന്ന് വിടയ്ക്കാം. ഈ ബിരിയാണിയുടെ മുകളിൽ കണ്ടില്ലേ? അപ്പോൾ അത് വിടയ്ക്കാട്ടാ. അപ്പം പൊളി കേട്ടോ. മാഞ്ഞാലി ബിരിയാണി സൂപ്പർ. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. ഇന്ത്യയിലാണ് ആണ്. ഇവിടുന്ന് നേരെ നമ്മൾ ഡൽഹിയാണ്. ഡൽഹിയിൽ നിന്നാണ് പിന്നെ ബാക്കൂലേക്ക്. അപ്പോൾ യാത്ര നമ്മളിപ്പോൾ തുടരുകയാണ്. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി. ഡൽഹി എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് എന്ന ടെർമിനൽ 3ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ഇനി നമ്മൾക്ക് ഫ്ലൈറ്റ് ഉണ്ടാവും. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഒരു 6 to 7 minutes ആണ് കാണിക്കുന്നത്. നല്ല ചൂടുണ്ട്. 42 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ, കറണ്ട് ടെമ്പറേച്ചർ. ഒന്നും പറയാനില്ല. അപ്പോൾ 114 റുപ്യാണ് ഒരു ചായ കേട്ടോ. നോക്കി നോക്കാം എന്താണ് ചായയുടെ പ്രത്യേകത എന്നുള്ളത്. കുറച്ച് മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകത ഒന്നുമില്ല. ടെർമിനൽ 3 ഒടുക്കത്തെ തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മൾക്ക് 6:07 പോകണമെന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ ട്രാൻസ്ഫറിങ്, അതായത് ഡൊമസ്റ്റിക് എന്ന ഇൻ്റർനാഷണലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഇതുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ 6:07 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമുക്ക് ലൈനിൽ നിൽക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അറിയില്ല, നോക്കി നോക്കാം. നോക്കിയാലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയി നോക്കി നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കണം എവിടെയാണ് നമ്മുടെ ഗേറ്റ് എന്നുള്ളത്. ഉള്ളിലാണ്ട് അടിപൊളിയാട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എയർപോർട്ട്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അവിടേക്ക് കൊണ്ടുവരുന്നു തോന്നുന്നു. ഓക്കെ, ഓക്കെ. റിസ്കിൽ പോയപ്പോഴാണ് ഫ്രീ വൈഫൈയെ കുറിച്ചിട്ടുള്ള പറഞ്ഞത്. നമ്മുടെ പാസ്പോർട്ട് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കൂപ്പൺ വരും. അതിൽ നമ്മുടെ പാസ്വേഡും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. 4 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രീ വൈഫൈ കണക്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ഡൽഹി എയർപോർട്ടിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇപ്പോൾ ഗേറ്റ് നമ്പർ 6 നമ്മുടെ
ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ബാക്കുവിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ വണ്ടി ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയിലത്തെ വ്യൂ ആണ്. അത്ര വലിയൊരു ബിൽഡിങ്ങുകൾ ഹൈറ്റ് ഉള്ളതല്ലെങ്കിലും കുറേ ഏരിയ അവർ കവർ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്കുവിലിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. विमान में रहना जाए। सीट बेल्ट का संकेत बंद होने तक कृपया आप अपनी कुर्सी की पेटी बांधे रखें। അപ്പോൾ നമ്മൾ ബാക്കുവിൽ എത്തിയിട്ടുണ്ട്. ബാക്കുവിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് 22 എന്ന് തോന്നുന്നു ഡിഗ്രി. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഓൺലൈനിലായിട്ടാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞത് ഓൺലൈനിൽ. പാസ്പോർട്ട് ലൈക്ക് ദിസ്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സ്പീഡായിട്ട് ഇതാണ് വിസ റെഡി. ബാക്കുവിലത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു എയർപോർട്ടാണ്, ടെർമിനൽ 1. ഇതാണ് നമ്മൾ വന്ന എയർപോർട്ട്, ബാക്കു എയർപോർട്ട്. എന്താണ് ഹൈദർ എയർപോർട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കൊണ്ടുവരാൻ വന്ന ആൾ. ഇതാണ് നമ്മുടെ HR. കുറച്ച് ഭക്ഷണങ്ങളായിട്ട് അതൊക്കെ കാണും. പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അത് നിർത്തിയില്ല. എന്തോ മീനാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മളിന്ന് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കാനുള്ള പരിപാടിയിലാണ്. നാളെ മുതൽ നമ്മുടെ പരിപാടികൾ തുടങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും നോക്കണ്ട. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും, അസർബൈജാൻ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ബൈ.